Welcome back to part 4 video lecture of CFF module 1. So, ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എയർ ഫ്ലോസ് ത്രൂ എ ഡക്റ്റ് അറ്റ് എ പ്രഷർ ഓഫ് 0.196 megapascal with a velocity of 350 meter per second. The temperature of air is 40 degrees Celsius. Determine the isentropic stagnation pressure and temperature. സോ ആദ്യം ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത് പ്രഷർ പി ഈസ് ഈക്വൽ ടു 0.196 മെഗാപാസ്കൽ, വെലോസിറ്റി സി ഈസ് ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 313 കെൽവിൻ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റാഗ്നേഷൻ പ്രഷർ P0, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0, അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു ഇൻ ടേംസ് ഓഫ് മാഗ് നമ്പർ. സോ ഫസ്റ്റ് നമുക്ക് മാഗ് നമ്പർ കണ്ടുപിടിക്കാം. മാഗ് നമ്പർ M ഈസ് ഈക്വൽ ടു വെലോസിറ്റി C ഡിവൈഡ് ബൈ A. ഇറ്റ് ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ എക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ ആർ ടി. ഇനി ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗാമയുടെ വാല്യൂയും ആറിൻ്റെ വാല്യൂയും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഗാമ 1.4 എന്നും R 287 എന്നും അസ്യൂം ചെയ്യാം. സോ അസ്യൂം ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് R ഈസ് ഈക്വൽ ടു 287. സോ ഇനി അത് മാഗ് നമ്പറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M ഈസ് ഈക്വൽ ടു C 350 ആണ്, ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ 1.4 ഇൻറ്റു R 287 ഇൻറ്റു T എന്ന് പറയുന്നത് 313 കെൽവിൻ. സോ ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 350 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 287 ഇൻറ്റു 313. സോ ഇതിൻ്റെ ഉത്തരം 0.986 എന്ന് കിട്ടും. സോ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്റ്റാഗ്നേഷൻ പ്രഷർ, അതിൻ്റെ ഇക്വേഷൻ P0 ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് ഗാമ മൈനസ് 1/2 M സ്ക്വയർ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഈ ഇക്വേഷന് ഡാറ്റാ ബുക്കിലും അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ അകത്ത് എല്ലാ ടേംസും നമുക്കറിയാവുന്നതാണ്. പ്രഷർ P തന്നിട്ടുണ്ട്, ഗാമ 1.4, മാഗ് നമ്പർ കണ്ടുപിടിച്ചു 0.986. അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.196 ഇൻറ്റു 1 പ്ലസ് 1.4 മൈനസ് 1/2 ഇൻറ്റു 0.986 സ്ക്വയർ whole raised to 1.4 divided by 1.4 minus 1. So ഇത് സോൾവ് ചെയ്യാം. സോ അതിൻ്റെ ആൻസർ 0.365 മെഗാപാസ്കൽ എന്ന് കിട്ടും. അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ P0 എന്ന് പറയുന്നത് 0.365 മെഗാപാസ്കൽ. സിമിലർലി T0 ഈസ് ഈക്വൽ ടു T ഇൻറ്റു 1 പ്ലസ് ഗാമ മൈനസ് 1/2 M സ്ക്വയർ. സോ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 313 ഇൻറ്റു 1 പ്ലസ് 1.4 മൈനസ് 1/2 ഇൻറ്റു 0.986 സ്ക്വയർ. ഇത് സോൾവ് ചെയ്ത് നോക്കാം. $373.86 കെൽവിൻ എന്ന് കിട്ടും. സോ ഫസ്റ്റ് ചോദിച്ചിരുന്നതാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ, അത് 0.365 മെഗാപാസ്കൽ. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 എന്ന് പറയുന്നത്
373.86 Kelvin. Next problem. A supersonic aircraft is flying at 3000 meter with a speed of 2000 km per hour. It passes directly over a ground observation point. Find the time taken to hear sound waves at that point after it has passed directly over that point. Assume temperature T is equal to 27 degree Celsius. So given എഴുതുമ്പോൾ height h എന്നുള്ളത് 3000 meter, velocity c എന്നുള്ളത് 2000 km per hour, അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ 555.56 മീറ്റർ പെർ സെക്കൻഡ്, ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിനിലാക്കുമ്പോൾ 300 കെൽവിൻ. സോ ഇതിൻ്റെ ഒരു റഫ് ഡയഗ്രാം വരച്ച് നോക്കി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന ഗ്രൗണ്ടിൽ ഒരു ഒബ്സർവേഷൻ പോയിന്റ് ഉണ്ട്. ലെറ്റ്സ് സേ ദാറ്റ് പോയിന്റ് ഈസ് സി. സോ ഒരു എയർക്രാഫ്റ്റ് പോയിന്റ് എയിൽ നിന്ന് സി വരെ എത്തുന്നു. സോ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ പോലെ കൺസ്ട്രക്ട് ചെയ്യാം. ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഈസ് ബി. സോ എയിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് അത് ഈ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് ഇൻറ്റു അതെടുത്ത ടൈം ടി, അതാണല്ലോ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ ആംഗിളാണ് നമ്മുടെ മാക് ആംഗിൾ ആൽഫ, കാരണം അത് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് 3000 മീറ്റർ. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ടൈം ടി എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മാഗ് നമ്പർ കണ്ടുപിടിച്ച് തുടങ്ങാം. മാഗ് നമ്പർ എം എന്നുള്ളത് c/a t is equal to c divided by square root of gamma rt. So it is equal to 2000 divided by square root of gamma r തന്നിട്ടില്ല. സോ നമ്മളത് 1.4ഉം 287ഉം ആയിട്ട് എടുക്കുന്നു. ടി തന്നിട്ടുണ്ട് 300. സോ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും മാഗ് നമ്പർ ഈസ് ഈക്വൽ ടു 1.6 എന്ന്. സോ മാക് ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 ഡിവൈഡ് ബൈ എം. ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 ഡിവൈഡ് ബൈ 1.6. നമുക്ക് ചെയ്ത് നോക്കാം. comes out to be 38.68 degrees. സോ ഇനിയും ഈ ഫിഗറിനെ വെച്ച് നമുക്ക് ഈ ടി കണ്ടുപിടിക്കാം. ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ ബി എന്ന് പറയുന്നത് സി ഇൻറ്റു ടി ആയിരിക്കും. എ ബിയെ നമുക്ക് ഒരു ടാൻ റേഷ്യോയിൽ എഴുതാം. ഇവിടുന്ന് ടാൻ ആൽഫ എഴുതിയ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ സി ഇൻറ്റു ടി, ഇതിൻ്റെ അകത്ത് ഈ ടി എന്നുള്ള വേരിയബിൾ എ ബി എന്നുള്ള സൈഡിലാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എ ബി എഴുതിയ എ ബി ഇസ് ഈക്വൽ ടു ബി സി ഡിവൈഡ് ബൈ ടാൻ ആൽഫ. എ ബി എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു ബി സി നമുക്കറിയാം 3000 ഡിവൈഡ് ബൈ ടാൻ ആൽഫ നമ്മൾ കണ്ടുപിടിച്ചു 38.68 ഡിഗ്രീസ്. സോ ഇതിൽ നിന്ന് നമുക്ക് ടി കിട്ടും. ടി ഈസ് ഈക്വൽ ടു സി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 2000, അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കിയായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടിയുടെ ഉത്തരം കിട്ടും. ടി ഈസ് ഈക്വൽ ടു 6.75 സെക്കൻഡ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. Well, that brings me to the end of module 1 video lecture.
ഈ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു.